നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് AR, VR, MR പോലുള്ള എമർജിംഗ് ടെക്നോളജീസിനെ കുറിച്ചും അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്പേസിലേക്ക് ഒരു 3D ഒബ്ജക്റ്റിനെ ഓഗ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓവർലേ കൊണ്ടിരുന്നു. ഇതിനാണ് ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ, മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ഒരു എലമെന്റിനെ നമ്മുടെ ഫിസിക്കൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്നു. അത് എല്ലാവർക്കും അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു 3D ഓവർലേ പോലെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് AR. അടുത്തായിട്ട് വിർച്വൽ റിയാലിറ്റി എന്താ നോക്കാം. ഒരു വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റിന്റെ ഹെൽപ്പോടുകൂടി നമ്മുടെ ഫിസിക്കൽ വേൾഡിലേക്ക് ഒരു വിർച്വൽ വേൾഡിനെ നമ്മൾ സിമുലേറ്റ് ചെയ്യും. അതാണ് ഒരു വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രീസ്, മെഡിക്കൽ ഫീൽഡൊക്കെ തന്നെയാണ് നോർമലി വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സോളാർ സിസ്റ്റം തന്നെ, സോളാർ സിസ്റ്റത്തിന്റെ ഒരു കംപ്ലീറ്റ് ഒരു എൻവയോൺമെന്റിലേക്കാണ് നമ്മൾ ഒരു സിമുലേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് 360 എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അടുത്തതായി മിക്സഡ് റിയാലിറ്റി. AR, VR മിക്സ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് മിക്സഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിർച്വൽ റിയാലിറ്റിനെ പോലെ തന്നെ ഒരു ഹെഡ്സെറ്റിന്റെ ഹെൽപ്പോടുകൂടി തന്നെയാണ് നമ്മൾ മിക്സഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ വിർച്വൽ റിയാലിറ്റിയിൽ കണ്ട പോലെ ഒരു കംപ്ലീറ്റ്ലി ഒരു വിർച്വൽ സ്പേസിലേക്ക് മാറുന്നതിന് പകരം നമ്മുടെ ഫിസിക്കൽ വേൾഡിലേക്ക് ഒരു AR ചെയ്ത പോലെ ഒരു ഒബ്ജക്ട്സ് ഓഗ്മെന്റ് ആയി വരുന്നു. അതിനാണ് മിക്സഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് AR, VR പോലെ തന്നെ ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ തന്നെയാണ് ഒരു മിക്സഡ് റിയാലിറ്റിയുടെ യൂസ് കേസ് വരുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ സിമുലേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ട്രെയിനിങ്, ഇതിനൊക്കെയാണ് മെയിൻലി മിക്സഡ് റിയാലിറ്റി യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജീസിനെ പറ്റി ഒന്ന് നോക്കാം. മെയിൻലി നമ്മൾ ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുന്നത് യൂണിറ്റി, അൺറിയൽ പോലുള്ള ഗെയിമിംഗ് എഞ്ചിൻസും മായ, ബ്ലെൻഡർ പോലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയർസും ആണ്. അപ്പോൾ ഇതിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിൻലി 2 ടൈപ്പ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ഒന്ന് ഡെവലപ്മെന്റ് സൈഡിൽ യൂണിറ്റി, അൺറിയൽ പോലുള്ള എഞ്ചിൻസിന്റെ ഡെവലപ്മെന്റ് പാർട്ടും, ഡിസൈനിങ് സൈഡിൽ ഒരു മായ, ബ്ലെൻഡർ പോലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയർസിന്റെ ഒരു പരിചയമാണ്. അടുത്തായി നമുക്ക് AR, VR, MR ടെക്നോളജീസിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആപ്പിൾ, മെറ്റ പോലുള്ള കമ്പനികളാണ് മെയിൻലി AR, VR ടെക്നോളജീസിന്റെ ഹാർഡ്വെയർസ് മാനുഫാക്ചർ ചെയ്യുന്നത്. മാത്രമല്ല TCS, വിപ്രോ പോലുള്ള കമ്പനികൾ ഇപ്പോൾ AR, VR ടെക്നോളജീസ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻഡസ്ട്രിക്ക് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കും നമുക്ക് കാണാം. മാത്രമല്ല ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി KTU ഇപ്പോൾ ബിടെക്കിൽ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്നാണ് കോഴ്സിന്റെ പേര്. കേരളത്തിൽ 4 കോളേജുകളിലാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 4 കോളേജുകളിലും ഞങ്ങൾ XR Horizon ആണ് ഇതിന്റെ ഫാക്കൽറ്റി ഡെവലപ്മെന്റും ടെക്നിക്കൽ അസിസ്റ്റൻസും ചെയ്തു കൊടുക്കുന്നത്. ഈ ഇൻഡസ്ട്രിയെ പറ്റിയോ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ കൂടുതൽ അറിയാനായി ഇന്റേൺഷിപ്പുകൾക്കോ പ്രൊജക്ട് എൻക്വയറികൾക്കോ ഞങ്ങൾ XR Horizon കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.